ബില്ലുകൾ അനിശ്ചിതകാലം തടഞ്ഞുവെക്കുന്ന ഗവർണർമാരുടെ നടപടിയെ വിമർശിച്ച് സുപ്രീം കോടതി 6 മാസത്തിനുമപ്പുറം തീരുമാനമെടുക്കാതിരിക്കുന്നതിന് ന്യായീകരണമില്ല. ബില്ലുകളിൽ ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ഡി ധനസുമോദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. സുമോദ്, എന്താണ് കോടതിയിൽ ഇന്ന് നടന്നത്? സുപ്രീം കോടതിയിൽ 3 ആഴ്ചയായി ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഒരു 3 മാസത്തിനകം തീർപ്പാക്കണം എന്നുള്ള ഒരു സജഷൻ നേരത്തെ ഉത്തരവ് സുപ്രീം കോടതി നൽകിയിരുന്നു. ഇതിനെതിരായിട്ടുള്ള ചില റഫറൻസ് ആണ് രാഷ്ട്രപതി നൽകിയത്. അതിന്മേലാണ് വാദം നടക്കുന്നത്. ഈ വാദം നടക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒപ്പിടണം എന്ന് നിർബന്ധിക്കാനാവില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചത് ഒരു 6 മാസത്തിലകം അധികം ഒരു ബില്ലിൽ അടയിരിക്കുകയാണെങ്കിൽ പിന്നെ ഇടപെടാതെ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ചിന്റെ വിധിയെ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ബില്ലുകളിൽ എത്രയും വേഗം ഗവർണർമാർ ഒപ്പിടും എന്ന് വിചാരിച്ച് തന്നെയാണ് നേരത്തെ ഭരണഘടനാ ശില്പികൾ കൃത്യമായ ഒരു സമയം നേരത്തെ നിജപ്പെടുത്താതിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പലപ്പോഴും ഒരു സഭ പാസാക്കി അയച്ച ബില്ലുകൾ തിരിച്ചയച്ചാൽ വീണ്ടും സഭ പാസാക്കി അയക്കുകയാണെങ്കിൽ നിർബന്ധമായി ഒപ്പിടേണ്ടതാണ്. പക്ഷേ അതിൽ പോലും ഒപ്പിടാതെ കാത്ത് വെക്കുകയാണ് ഗവർണർമാർ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ ന്യായീകരിക്കാനാവും എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ അല്ല രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ കണ്ണികളായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്, ആ പദവിയിലിരിക്കുന്നവരാണ് ഗവർണർമാർ. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം ബില്ലുകൾ ഒപ്പിടാതെ മാറ്റിവെക്കുന്നത് ഒരു അഭികാമ്യമല്ല എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സുപ്രീം കോടതിയിൽ വാദം ഇപ്പോഴും തുടരുകയാണ്.